ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് സൗന്ദര്യലഹരിയും നാരായണീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭഗവതി ക്ഷേത്രമാണ് ഇടത്തരികത്ത് കാവ്. ഗുരുവായൂർ ക്ഷേത്ര തട്ടകം കാത്തു പരിപാലിക്കുന്ന ഗ്രാമദേവതയാണ് ദേവി. ശ്രീ ഗുരുവായൂരപ്പന്റെ ഇടത്തുവശത്തായി കുടികൊള്ളുന്നതിനാൽ ഇടത്തരികത്ത് ഭഗവതിയായി. ഗുരുവായൂരപ്പന് അധിവസിക്കാനായി ഇടം നൽകി ഭഗവതി ഇടത്തരികത്തേക്കും മഹാദേവൻ മമ്മിയൂരിലേക്കും മാറിക്കൊടുത്തു എന്നാണ് ഐതിഹ്യം. ശ്രീ ഗുരുവായൂരപ്പന്റെ സ്ഥാന സഹജ ശാന്തഭാവമുള്ള ശ്രീ ഭദ്രകാളിയായി കാവെന്ന സങ്കല്പത്തിലാണ് ദേവി അവിടെ വിരാജിക്കുന്നത്. നിത്യവും വെച്ച് നിവേദ്യമൊന്നുമില്ല. അത്താഴപൂജയ്ക്ക് ശേഷം അഴല് ആണ് നിവേദിക്കുന്നത്. ശങ്കര ഭഗവത്പാദരാണ് സൗന്ദര്യലഹരി സ്തോത്രം എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരവും അർത്ഥസമ്പുഷ്ടവുമായ ഈ സ്തോത്രത്താല് അന്നും ഇന്നും ധാരാളം ഭക്തന്മാർ ഭഗവതിയെ പ്രകീർത്തിക്കുന്നുമുണ്ട്. മേൽപ്പത്തൂരിന്റെ ജനനത്തിന് മുമ്പുണ്ടായ ഒരു സംഭവ കഥയാണ് ഇത്. ഒരു ദേവി ഭക്തൻ ഗുരുവായൂരിലെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ മുമ്പിൽ എന്നും രാവിലെ ഈ സൗന്ദര്യലഹരി സ്തോത്രം വളരെ സ്ഫുടമായും മനോഹരമായും ചൊല്ലാറുണ്ടായിരുന്നു അത്രേ. മലർനിവേദ്യം കഴിഞ്ഞാൽ ഭഗവാൻ ഒരു ശീലമുണ്ട്. അതായത് ഭഗവാൻ നാലമ്പലത്തിന്റെ പുറത്ത് കിടന്ന് ആ പരിസരമൊക്കെ ചുറ്റി നടക്കുക ഒരു പതിവാണ്. ഭഗവതിയുടെ അടുത്തെത്തിയാലോ ഈ ഭക്തന്റെ സൗന്ദര്യലഹരി ചൊല്ലിയുള്ള ദേവി ഭജന കേട്ടാല് അത് കഴിയുന്നതുവരെ ഭഗവാൻ അവിടെ തന്നെ നിൽക്കും. സ്വന്തം സഹോദരിയുടെ മഹാത്മ്യവും സൗന്ദര്യവുമാണല്ലോ വർണ്ണിക്കുന്നത്. അത് കേൾക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക അല്ലേ? കുഞ്ഞിക്കണ്ണനല്ലേ? കുറേ ദിവസം കഴിഞ്ഞപ്പോ കണ്ണനൊരാഗ്രഹം തോന്നുകയാണ്. അപ്പൊ ഭഗവാൻ ദേവിയോട് ചോദിക്കും, ദേവി, ഈ സ്തോത്രം എത്ര മനോഹരമായിരിക്കുന്നു, ഇതാരാണ് രചിച്ചത്? ആ മഹാനുഭാവനോട് എന്നെ പറ്റിയും ഒരു സ്തോത്രം എഴുതാൻ പറയുമോ ചോദിക്കും. അപ്പൊ ഭഗവതി പറയും, കണ്ണ, ശ്രീ ശങ്കര ഭഗവത്പാദരാണ് ഈ സ്തോത്രം രചിച്ചത്. ശങ്കരാചാര്യ സ്വാമികൾ സമാധിയായി കുറെ നാളായല്ലോ എന്ന് പറയും. അപ്പൊ ഭഗവാൻ ചിന്തയിലാവും. അങ്ങനെ എന്നിരിക്കുമ്പോ 18 പുരാണങ്ങളും പഞ്ചമവേദമായ മഹാഭാരതവും രചിച്ച വ്യാസഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ പ്രത്യക്ഷമാവും. എന്നിട്ട് പറയും, കൃഷ്ണ, ഖേദം വേണ്ടാട്ടോ, ഞാൻ ഭാരതപ്പുഴയുടെ തീരത്തൊരു നമ്പൂതിരി കുടുംബത്തില് ജനിക്കാം. അങ്ങനെ അങ്ങയെ പ്രകീർത്തിച്ച് നാരായണീയം എന്ന ഭാഗവത സംഗ്രഹം എഴുതാം എന്ന് പറയും. അങ്ങനെ ഏതാണ്ട് 450 കൊല്ലങ്ങൾക്ക് മുമ്പ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതി. ഇന്നും ആ സ്തോത്രം ഭക്തന്മാര് ഗുരുവായൂരും ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ ചൊല്ലാറുണ്ടല്ലേ. എല്ലായിടത്തും ഗുരുവായൂരപ്പൻ സന്നിഹിതനായി അത് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടുമിരിക്കുന്നു. ഇതാണത്രേ നാരായണീയത്തിന്റെ ഉദ്ഭവ കഥയായി പറയുന്നത്. ഇപ്പോൾ ഭഗവാൻ സൗന്ദര്യലഹരി കേൾക്കാനായിട്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ കാവിൽ പോകാറുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നോ, നാരായണീയത്തില് നാരായണിയുടെ കഥ കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ ഭഗവതി സൗന്ദര്യലഹരി കേട്ടതിന് ശേഷം നാരായണീയം കേൾക്കാൻ ഭഗവാന്റെ അടുത്തേക്ക് വരികയാണത്രേ പതിവ്. തന്റെ വ്യാകരണ ഗുരുവായ അച്യുതപിഷാരടിയുടെ വാതരോഗം തന്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടതകൾ മാറ്റിയതാണ് ഭട്ടതിരിപ്പാട്. സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷയുടെ പിതാവുമായ എഴുത്തച്ഛൻ ഇത് അറിഞ്ഞപ്പോൾ ഭട്ടതിരിയോട് മീൻ തൊട്ട് കൂട്ടുവാനാണ് ആവശ്യപ്പെട്ടത്. ഭാഗവതത്തിൽ വിഷ്ണുവിന്റെ കഥ മത്സ്യാവതാരം തൊട്ട് എഴുതുവാനാണ് എഴുത്തച്ഛൻ അർത്ഥമാക്കിയതെന്ന് ഭട്ടതിരിക്ക് മനസ്സിലായി. ഭട്ടതിരി ദിവസവും ഓരോ ദശകങ്ങൾ രചിച്ച് 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കി കൊല്ലവർഷം 762 വൃശ്ചികം 28 നാരായണീയം ഭഗവാന് സമർപ്പിച്ചു. 100ാമത്തെ ദശകം ഭഗവാന്റെ കേശാദിവാദ വർണ്ണനയാണ്. ശ്ലോകം പൂർത്തിയാക്കിയ ദിവസം ഭട്ടതിരിപ്പാടിന് ഭഗവാൻ ദർശനം നൽകി, അതും വേണുഗോപാല രൂപത്തിൽ. ദ്വൈതാനാരായണീയം, നാരായണനാൽ നാരായണൻ രചിച്ച സ്തോത്രം. അതായത് നാരായണനെ സംബന്ധിച്ച് നാരായണനാൽ രചിക്കപ്പെട്ടത്, അതാണ് നാരായണീയം. ഈ കലിയുഗത്തില് പാരായണം ചെയ്യാൻ അഥവാ പാരായണം ചെയ്യേണ്ട 2 കൃതികളാണ് സൗന്ദര്യലഹരിയും നാരായണീയവും. എല്ലാവർക്കും ദേവിയുടെയും നാരായണന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.